ഞാൻ മമ്പ്രം പുരുഷോത്തമൻ, കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരള ചെയർമാൻ. ഒരർത്ഥത്തിൽ പരദേശിയുടെ കൊച്ചു പതിപ്പുകളായിരുന്നു മേപ്പാടിയിലെ മലയോര ഗ്രാമങ്ങൾ. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വായുവും വെളിച്ചവും പ്രസരിച്ചിരുന്ന ആ വയനാടൻ ഗ്രാമങ്ങളെ കേരളീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായി പുറം ലോകം അടയാളപ്പെടുത്തുന്നതിന് മുൻപ് ദുർവിധി അതിനെ നാമാവിശേഷമാക്കി നിലംപരിശാക്കി. ഏത് കാലത്തും ഏത് ലോകത്തും മനുഷ്യ സൗഹാർദ്ദത്തിന്റെ മഹത്തായ ഉട്ടോപ്യൻ മാതൃകകൾ സമകാലിക യാഥാർത്ഥ്യമായ ചുരുക്കം ചില സ്ഥലങ്ങളിലെങ്കിലും ഉയർന്നു വരാറുണ്ട്. എന്നാൽ അത്തരം ആവാസ വ്യവസ്ഥകൾ അല്പായുസായി പരിണമിക്കുമ്പോൾ നാമൊക്കെ നിരാശ കൊള്ളുന്നു, നിർഭാഗ്യകരമെന്ന് പരിതപിക്കുന്നു. വയനാട്ടിൽ സംഭവിച്ച അത്യന്തം വേദനാജനകമായ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യയെ പറ്റി ഓർത്ത് ലോകം വിതുമ്പുകയാണ്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള അതിവൃഷ്ടി പശ്ചിമഘട്ട മലനിരകളിൽ സൃഷ്ടിച്ച ഭയാനകമായ ഭൗമിക സ്ഫോടനത്തിന്റെ പ്രത്യാഘാതത്തിലാണ് കുഞ്ഞുങ്ങളും സ്ത്രീപുരുഷന്മാരും ഉൾപ്പെടെ 386 ഓളം മനുഷ്യജീവനുകൾ വിസ്മൃതിയിലേക്ക് മറഞ്ഞുപോയത്. കേരളത്തിന്റെ കാര്യത്തിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ലക്ഷ്മണരേഖ ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വയനാട്ടിൽ നിന്നുള്ള ദാരുണ സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് സംഹാരതാണ്ഡവമാടാനുള്ള കേളീഗ്രഹമായി കേരളത്തെ വിട്ടുകൊടുക്കാതെ പ്രളയത്തെയും ഉരുൾപൊട്ടലിനെയും നവീന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കടിഞ്ഞാനിട്ട് നിർത്തുന്ന ആസൂത്രണ പദ്ധതികളുടെ ഏകോപനം യുദ്ധകാലാടിസ്ഥാനത്തിൽ സാധ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ സമയമായി. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പ്രവാചകനെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ മുന്നറിയിപ്പ് റിപ്പോർട്ടിന്റെ പരമപ്രാധാന്യം കേരളമടക്കമുള്ള ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതിശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങളെയും പ്രക്ഷുബ്ധമായ പ്രക്ഷോഭങ്ങളെയും കൂസാതെ അചഞ്ചലമായ ഉൾക്കരുത്തോടെ പാലക്കാട്ടെ സൈലന്റ് വാലി പ്രദേശത്തെ ദേശീയ പ്രാധാന്യമുള്ള ബയോസ്ഫിയർ പാർക്കായി പ്രഖ്യാപിക്കാൻ സധൈര്യം മുന്നോട്ട് വന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മാതൃക ഇവിടെ പ്രസക്തമാവുകയാണ്. എല്ലാവിധ സങ്കുചിത താല്പര്യങ്ങളെയും മാറ്റി നിർത്തി പശ്ചിമഘട്ട മേഖലയിലെ അതിലോലമായ പ്രാന്തപ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം കർശനമായി നിരോധിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം. അറിവുകൾ അനാവരണം ചെയ്യേണ്ട സമയമല്ല ഇത്. വാക്കുകൾ കൊണ്ട് ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കേണ്ട സന്ദർഭവുമല്ല. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം മണ്ണിലേക്ക് മടങ്ങിപ്പോയ ഉറ്റവരെയും ഉടയവരെയും പറ്റിയുള്ള ഹൃദയ നൊമ്പരങ്ങൾ പേറിയ ഒരു ജനത വയനാട്ടിൽ ഭാവിയിലേക്ക് തുറച്ചു നോക്കുകയാണ്. നമ്മുടെ കേരളം ഒരു മനസ്സായി അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സാന്ത്വനിപ്പിക്കുന്ന കാഴ്ചകൾ, കനിവിന്റെയും കിനാവിന്റെയും ഒരു പുതിയ ലോകം വയനാട്ടിൽ ഉയർന്നു വരുമെന്ന് മൂകമായി വിളിച്ചു പറയുകയാണ്. പുതിയ ദിശകളിൽ നിന്നും പുതിയ ചക്രവാളങ്ങളിൽ നിന്നും പുതിയ വയനാട്ടിന് വേണ്ടിയുള്ള ഉൾക്കരുത്ത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മമ്പ്രം പുരുഷോത്തമൻ, കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരള ചെയർമാൻ.